അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 16ാമത്തെ പാഠം വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. ആയത്തുൽ കുർസിയുടെ അർത്ഥമാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണവൻ. അല്ലാഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനുമാണവൻ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ലാ തഅഖുദുഹു അവനെ ബാധിക്കുകയില്ല. സിനത്തുൻ മയക്കമോ വലാ നൗം ഉറക്കമോ. ഉറക്കവും മയക്കവും അവനെന്ത് ചെയ്യുകയില്ല, ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അവനുള്ളതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന് പറഞ്ഞാൽ അവനുള്ളതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അറിയും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ്റെ അറിവിൽ നിന്ന് അവന് ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയുകയില്ല. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വേറെ ഒന്നും അറിയാൻ കഴിയുകയില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചത് മാത്രമേ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് അവർ സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവൻ ഇച്ഛിക്കുന്നതല്ലാതെ സൂക്ഷ്മമായി അറിയാൻ കഴിയുകയില്ല. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്. അവൻ്റെ കുർസി, അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതാകുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവയുടെ സംരക്ഷണം അല്ലാഹുവിന് ഒട്ടും ഭാരമുള്ളതല്ല. വഹുവൽ അലിയ്യുൽ അദീം. അവൻ ഉന്നതനും മഹാനുമാണ്. വഹുവൽ അലിയ്യുൽ അദീം. അവൻ ഉന്നതനും മഹാനുമാണ്. യഊദുഹു ഹിഫ്ളുഹുമാ എന്ന പാഠത്തിൽ തദ്രീബാത്ത് നോക്കാം. ഒന്ന് നഖറ വ നഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. അൽ ഹയ്യു ജീവിച്ചിരിക്കുന്നവൻ. സിനത്തുൻ തൂങ്ങിയുറക്കം. അഖദ പിടികൂടി. ഇദ്നുൻ അനുവാദം. ബാക്കിയുള്ള അറബി വാക്യങ്ങൾ വായിച്ചു നോക്കുകയും അതിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുക. രണ്ടാമത്തെ നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇവിടെ മുകളിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽ ഹയ്യു ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ഹുവൽ അലിയ്യുൽ അദീം. അവൻ ഉന്നതനും മഹാനുമാണ്. ഹുവൽ അലിയ്യുൽ അദീം എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതനും മഹാനുമാണ്. ഹുവൽ ഗഫൂറുർ റഹീം. അവൻ കരുണ ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. അവൻ കരുണ ചെയ്യുന്നവനും പാപം പുറത്തു കൊടുക്കുന്നവനുമാണ്. ഹുവർ റഹ്മാനുർ റഹീം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുറൂസുൽ ഇസ്ലാമിൽ
14-ാമത്തെ പാഠത്തിൽ അതിൻ്റെ തദ്രീബാത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ റഹീം. അത് കുട്ടികൾ അവിടുന്ന് കണ്ടെത്തിയാൽ മതി. ലാ തഅഖുദുഹു സിനത്തുൻ, ലാ തഅഖുദുഹു സിനത്തുൻ. എന്താ അതിൻ്റെ അർത്ഥം? അവനെ മയക്കം ബാധിക്കുകയില്ല, അവനെ മയക്കം ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്, അവനുള്ളതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള് എന്നാൽ അവനുള്ളതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള്, വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള്, അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. ലാ യഊദുഹു ഹിഫ്ളുഹുമാ, ലാ യഊദുഹു ഹിഫ്ളുഹുമാ, അതിൻ്റെ അർത്ഥം അവയുടെ സംരക്ഷണം അവൻക്ക് ഒട്ടും ഭാരമുള്ളതല്ല. ആകാശഭൂമികളുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. ഇനി അതിൽ 3-ാമത്തെ തഖ്സീസ്. നക്തശിഫു മിനൽ ഖുർആനി 10 മിൻ അസ്മാ ഇല്ലാഹി തആല. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, 99 പേരുകൾ. അതിലപ്പുറവും അള്ളാഹുവിനിക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളിൽ നിന്ന് ഒരു 10 പേര് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസ്, സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതിൽ നിന്ന് ഒരു 10 ഇവിടെ എഴുതി കൊടുക്കുക. അതിൽ 2-ാമത്തത് നഹ്ഫദുൽ ആയത വ നഖറഉ ഫിസ് സഫ്, അതായത് ആയത്തുൽ കുർസിയെ അത് കാണാതെ പഠിക്കാനാണ്. എന്നിട്ട് ക്ലാസ്സിൽ ഓതി കേൾപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.